തിരുവനന്തപുരം കരുമമ്പാടിൽ സംഘർഷം. ബിജെപി പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ചിഹ്നവുമായി പ്രവർത്തകർ അകത്തു കടന്നതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കി. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരിമോഹൻ, നിലവിൽ സംഘർഷം ഉണ്ടോ? എന്താണ് സാഹചര്യം? ഒപ്പം ഇത് വോട്ടെടുപ്പിനെ ബാധിച്ചോ? ശ്രുതി, ഇന്ന് ഉച്ചയോട് കൂടിയിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കരുമം ഡിവിഷനിലുള്ള ഒരു ബൂത്തിൽ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത്. ബൂത്തിരിക്കുന്ന സ്കൂളിലേക്ക് ഈ പ്രവർത്തകർ ചിഹ്നവുമായി കടന്നു ചെന്നു. അതിനെ തുടർന്നാണ് പോലീസ് ചോദ്യം ചെയ്യുകയും പിന്നീടാണ് വലിയൊരു തർക്കത്തിലേക്കും അവിടെ നിന്ന് സംഘർഷത്തിലേക്കും പോയത് എന്നുള്ളതാണ് വിവരം. വലിയ രീതിയിലുള്ള സംഘർഷം തന്നെ ഉണ്ടാവുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഇതിൽ പരിക്കേറ്റു എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യം ഈ ബിജെപി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, CPM പ്രവർത്തകരാണ് ആദ്യം അങ്ങോട്ടേക്ക് ചിഹ്നവുമായി, അതായത് ഷർട്ടിൽ ചിഹ്നവും കുത്തിവെച്ച് ഈ പറയുന്ന ബൂത്തിലേക്ക് കടന്നു ചെന്നത്. തുടർന്നാണ് അത് വലിയ ചോദ്യം ചെയ്യുകയും പിന്നീട് അതൊരു വലിയ പ്രശ്നമാവുകയും ചെയ്തതെന്നുള്ളതാണ്. പക്ഷെ എന്തായാലും BJP പ്രവർത്തകരും പോലീസും തമ്മിലാണ് അവിടെ സംഘർഷം രൂപപ്പെട്ടത്. ആദ്യം പോലീസ് ഇവരെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസുകാർക്ക് നേരെയും അക്രമം ഉണ്ടാവുകയായിരുന്നു. പല പോലീസുകാരുടെയും നെയിം പ്ലേറ്റ് അടക്കം വലിച്ചു കീറുകയായിരുന്നു. അവർ യൂണിഫോമിലടക്കം വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് ചില പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു നില വരെ എത്തി. അതായത് ആ സംഘർഷം അവസാനിപ്പിക്കാൻ പോലീസ് പലവട്ടം ശ്രമിച്ചെങ്കിലും പിന്നീട് വീണ്ടും പ്രവർത്തകർ ഇതേ ചൊല്ലി വലിയൊരു സംഘർഷത്തിലാവുകയായിരുന്നു. അതായത് CPM പ്രവർത്തകർ ആദ്യം ഈ ചിഹ്നവുമായി അകത്തേക്ക് കയറുകയും ഷർട്ടിൽ ചിഹ്നം കുത്തിവെച്ചുകൊണ്ട് അകത്തേക്ക് കയറുകയും അതേ തുടർന്നാണ് തങ്ങൾ അതിനെ എതിർക്കാൻ വേണ്ടി സമാനമായിട്ടുള്ള പ്രവൃത്തിയിലേക്ക് കടന്നതെന്നും അടക്കമുള്ള ചില വിശദീകരണങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. പക്ഷേ അത് ആരായാലും 100 മീറ്റർ ചുറ്റളവിൽ ഇത്തരത്തിൽ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ യാതൊന്നും തന്നെ അവിടെ പാടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇത് പുതിയ വാർഡാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും പുതിയ ഡിവിഷൻ ആയിട്ടാണ് കരുമം രൂപീകരിച്ചിരിക്കുന്നത്. ആ കരുമത്ത് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു സംഘർഷം ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ നടക്കുന്ന പോളിംഗിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മറ്റൊരു ഡിവിഷനിലും സമാനമായിട്ടുള്ള ഒരു സംഘർഷം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആദ്യമായി ഒരു സംഘർഷം ഉണ്ടായത് പുതുതായി രൂപീകരിച്ച ഡിവിഷനിലാണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സംഘർഷം തൽക്കാലം അവസാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ജാഗ്രത എന്നോണം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ പരിക്ക് പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിലാണ്. ഈ പ്രവർത്തകർക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള കേസെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ വോട്ടെടുപ്പിനെ നിലവിൽ അത് ബാധിച്ചിട്ടില്ല. ആദ്യ ആ സംഘർഷം തുടങ്ങുന്ന സമയത്ത് പല വോട്ടർമാരും ക്യൂ നിന്ന് പുറത്തേക്ക് വന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ബൂത്തിന് പുറത്താണ് കൂടുതൽ സംഘർഷങ്ങളെല്ലാം തന്നെ അരങ്ങേറിയത്. ഇപ്പോൾ നില ശാന്തമാണ്. പക്ഷേ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ശ്രുതി, കരുമം വാർഡിലാണ് സംഘർഷമുണ്ടായത്. BJP പ്രവർത്തകരും പോലീസും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പക്ഷേ വോട്ടെടുപ്പിനെ ഇത് ബാധിച്ചില്ല. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ